أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഖത്തർ മുസ്ലിം ഇസ്ലാഹി സെൻ്ററിൻ്റെ കീഴിലുള്ള മുന്തസ യൂണിറ്റ് സംഘടിപ്പിച്ചിട്ടുള്ള പൊതു ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും സംബന്ധിച്ചിട്ടുള്ളത്. ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു തആല നമ്മെ എല്ലാവരെയും ഇതുപോലെ ഒരുമിച്ച് ചേരുവാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അമലുകളുടെ മഹത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടാണ് ചില കാര്യങ്ങൾ സംസാരിക്കുവാനുള്ളത്. ഇസ്ലാമിലെ ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ആ കാര്യങ്ങൾക്ക് അതിൻ്റേതായ ചില പ്രത്യേകതകളും മഹത്വങ്ങളും കാണുവാൻ സാധിക്കും. ഇല്ലാത്ത ഒരു മഹത്വം നാം ഉണ്ടാക്കേണ്ടുന്ന ആവശ്യമില്ല. ഉള്ള മഹത്വങ്ങളെ നമ്മളായി ഇല്ലാതാക്കേണ്ടുന്ന ആവശ്യവും ഇല്ല. ഓരോ കാര്യത്തിനും അതിൻ്റേതായ ശ്രേഷ്ഠതയും അതിൻ്റേതായ മഹത്വങ്ങളും കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടാണ് ലോകത്തിന് മാതൃകയായി നിയോഗിക്കപ്പെട്ടിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. ആ പ്രവാചകൻ്റെ വാക്കുകളിൽ, പ്രവാചകൻ്റെ പ്രവർത്തനങ്ങളിൽ ഓരോ പ്രവർത്തനത്തിൻ്റെയും മഹത്വമനുസരിച്ചുകൊണ്ട് മുൻഗണന നൽകി ആ കാര്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്ന വാക്കുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട്
ഏതൊക്കെ കാര്യങ്ങൾക്ക് മഹത്വമുണ്ട് എന്ന കാര്യത്തിൽ മുസ്ലിങ്ങൾ തർക്കിക്കേണ്ടുന്ന ആവശ്യമില്ല. ഏതൊക്കെ കാര്യങ്ങളിൽ മഹത്വമില്ല എന്ന വിഷയവും ഒരു ചർച്ചാ വിഷയമാക്കേണ്ടുന്ന ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ ഒരു വിഷയത്തെ സംബന്ധിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ആ പറഞ്ഞ വിഷയം കൃത്യമായി അതുപോലെ നാം മനസ്സിലാക്കിയാൽ മതി, അതുപോലെ നിർവഹിച്ചാൽ മതി. തീർച്ചയായും അതിൻ്റെ മഹത്വങ്ങൾ നമുക്ക് ലഭ്യമായി തീരും നാളെ പരലോകത്ത്. അങ്ങനെ ചെയ്യുന്ന അമലുകൾക്ക് അള്ളാഹുവും റസൂലും നിശ്ചയിച്ചിട്ടുള്ള, പറഞ്ഞു തന്നിട്ടുള്ള മുഴുവൻ മഹത്വങ്ങളും കരസ്ഥമാക്കാൻ സാധിക്കുന്ന വിശ്വാസിയുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമുക്കറിയാം, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ എല്ലാവരും തുല്യരല്ല. വ്യത്യസ്ത ജാതികളും വ്യത്യസ്ത വിഭാഗക്കാരുമായ സൃഷ്ടികളുണ്ട്. അവയ്ക്കെല്ലാം ഒരേ മഹത്വമല്ല അല്ലാഹു തആല കൽപ്പിച്ചിട്ടുള്ളത്. മനുഷ്യരെക്കാളും ശ്രേഷ്ഠരാണ് മുഖറബീങ്ങളായ മലക്കുകൾ. ആ മലക്കുകളുടെ കൂട്ടത്തിൽ തന്നെ നാമങ്ങൾ കൊണ്ടും കർമ്മങ്ങൾ കൊണ്ടുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുള്ള മലക്കുകൾ, റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. അങ്ങനെ മലക്കുകളുടെ കൂട്ടത്തിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞ് മഹത്വം പറഞ്ഞ മലക്കുകൾ. മനുഷ്യർ, അവരുടെ കൂട്ടത്തിൽ അമ്പിയാക്കളുണ്ട്. അമ്പിയാക്കളും നമ്മളും ഒരുപോലെയല്ല. അല്ലാഹു സുബ്ഹാനഹു തആല അവർക്ക് പ്രത്യേകമായ മഹത്വങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ശുഹദാക്കൾ, സാധാരണ മനുഷ്യരും ശുഹദാക്കളും ഒരുപോലെയല്ല. മരിച്ചാലും ജീവിത തുല്യമായ ഒരു ജീവിതം നൽകി പരലോകത്ത് ബർസഖിയായ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല റിസ്ക് പോലും നൽകപ്പെട്ടുകൊണ്ട് അല്ലാഹുവിൻ്റെ പ്രത്യേകമായ ഒരു ബർസഖിൽ അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. ശുഹദാക്കളും സാധാരണക്കാരും ഒരുപോലെയല്ല. ഇങ്ങനെ ഈ മഹത്വം പല രംഗങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു തആല നൽകുകയാണ്. അതുകൊണ്ട് തന്നെ മഹത്വമുള്ളതിനെ മഹത്വമുള്ളതായി കാണുവാൻ നമ്മൾ പഠിക്കണം. മഹത്വമില്ലാത്ത ഒരു സംഗതിക്ക് മഹത്വം കൊടുക്കാതിരിക്കുവാനും നമ്മൾ പഠിക്കണം. അതിനെന്തു വേണം? എന്തൊക്കെയാണ് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹത്വമുള്ളതായി നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്ന് നമ്മൾ അറിയണം. സാധാരണ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ എതിർക്കുമ്പോൾ പലപ്പോഴും ആ എതിർക്കുന്ന ആളുകൾ പഠിക്കാതെ പോകുന്ന ഒരു വിഷയമാണ്, ഒരു കാര്യമാണ് അമലുകളുടെ മഹത്വങ്ങൾ എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മൾ ചെയ്യുന്ന അമലുകളുടെ, നമ്മൾ ചൊല്ലുന്ന ദിക്റുകളുടെ, നമ്മൾ പോകുന്ന സ്ഥലങ്ങളുടെ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളുടെയും കൃത്യമായ മഹത്വങ്ങളും അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിഫലവും കൃത്യമായി കൊണ്ട് ബോധ്യപ്പെടുമ്പോഴാണ് ആ പ്രവർത്തനങ്ങൾ നിർവഹിക്കുവാൻ ഒരു ഓജസ്സും അതുപോലെ തന്നെ ഒരു ആത്മാർത്ഥതയും ഒക്കെ നമുക്കുണ്ടായിത്തീരുക. അല്ലെങ്കിൽ അത് യാദൃച്ഛികമായി തീരും, യാന്ത്രികമായി തീരും. അതൊരിക്കലും വിശ്വാസിയുടെ പ്രവർത്തനങ്ങൾ അങ്ങനെയാവാൻ പാടില്ല. നോക്കൂ, നിങ്ങൾ മനുഷ്യരുടെ കൂട്ടത്തിൽ മഹത്വമുള്ളവരുണ്ടെന്ന് പറഞ്ഞു. സ്ഥലങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു തആല ഭൂമിയുടെ ഭാഗങ്ങളിൽ, സ്ഥലങ്ങളിൽ ഏറ്റവും മഹത്വം കൽപ്പിച്ചിട്ടുള്ള രണ്ട് പ്രദേശങ്ങളാണ് മക്കയും മദീനയും. അതങ്ങനെ തന്നെ വിശ്വാസികൾ കാണണം. മാസങ്ങളുടെ കൂട്ടത്തിൽ 4 മാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പവിത്രമായി കൽപ്പിച്ചു. ആകാശഭൂമികളെ സൃഷ്ടിച്ചപ്പോൾ അല്ലാഹു തആല നിശ്ചയിച്ചിട്ടുള്ളതാണ് 12 മാസങ്ങൾ. ആ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമാണ് എന്ന് വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് തൗബയിലൂടെ നമ്മെ പഠിപ്പിച്ചു. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന്റെ അവതരണം കൊണ്ട് റമദാൻ മാസം ശ്രേഷ്ഠമാക്കപ്പെട്ടിരിക്കുന്നു. ലൈലത്തുൽ ഖദർ ഈ മാസത്തിലാണ്, റമദാൻ മാസത്തിലാണ്. അങ്ങനെ മാസങ്ങൾക്കാവട്ടെ ദിവസങ്ങൾക്കാവട്ടെ
ഇപ്പൊ ദിവസങ്ങൾ, ലൈലത്തുൽ ഖദറിന്റെ ദിവസം, അതുപോലെ തന്നെ പെരുന്നാൾ ദിവസങ്ങൾ, അയ്യാമുത്ത ശരീക്കിന്റെ ദിവസങ്ങൾ, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു തആല പ്രവാചകനിലൂടെ നമുക്ക് മാതൃകയായി കാണിച്ചു തന്ന ദിവസങ്ങളുടെ പ്രത്യേകത എമ്പാടുമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ഈ രൂപത്തിൽ ബഹുമാനിക്കേണ്ടുന്നതിനെ ബഹുമാനിച്ചാൽ, ആദരിക്കേണ്ടുന്നതിനെ ആദരിച്ചാൽ, മഹത്വമുള്ള വിഷയങ്ങളെ മഹത്വമായി ഗണിച്ചാൽ അത് ഈമാനാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. വമൻ യുഅല്ലിം ശആയിറല്ലാഹ്, അല്ലാഹുവിന്റെ അടയാളങ്ങളെ ആരെങ്കിലും ബഹുമാനിച്ചാൽ ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അത് അവന്റെ ഹൃദയത്തിന്റെ തഖ്വയാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഇത് കൃത്യമായി കൊണ്ട് ബോധ്യപ്പെടണം നമുക്ക്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, മനുഷ്യരുടെ കൂട്ടത്തിൽ തന്നെ മഹത്വമുള്ളവരെയും മഹത്വമില്ലാത്തവരെയും. അതെന്തിനാണ് അങ്ങനെ പറഞ്ഞു തന്നത്? ചില വിഷയത്തിന്റെ പേരിലാണ് മഹത്വം കൽപ്പിക്കപ്പെടുന്നത്, ചില ആദർശത്തിന്റെ പേരിലാണ് മഹത്വം കൽപ്പിക്കപ്പെടുന്നത്, ചില പ്രവർത്തനങ്ങളുടെ പേരിലാണ് മഹത്വം കൽപ്പിക്കപ്പെടുന്നത്. ഒരിക്കലും മഹത്വമുള്ള ആളുകൾ ആ മഹത്വത്തിലേക്ക് എത്താത്ത ആളുകളെ അടിച്ചമർത്താൻ വേണ്ടിയല്ല, അടിമകളായി കാണാൻ വേണ്ടിയല്ല, അതുപോലെ തന്നെ അവരെ ഇകഴ്ത്താൻ വേണ്ടിയല്ല. പിന്നെ വിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല പരലോകത്ത് നൽകുന്ന ആ മഹത്വം അവർ മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി കൊണ്ട് ആ പ്രവർത്തന മേഖലയിലേക്ക് ഉയർന്നു വരാൻ വേണ്ടിയാണ്. ഇപ്പൊ വിജ്ഞാനമുള്ളവരും വിജ്ഞാനമില്ലാത്തവരും തുല്യരല്ല. ഖുർആനിന്റെ ഒരു പ്രയോഗമാണത്. ഹൽ യസ്തവില്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ, അറിവുള്ളവരും അറിവില്ലാത്തവരും തുല്യരാണോ? അല്ലാഹുവിന്റെ ചോദ്യം നോക്കൂ നിങ്ങൾ. അപ്പൊ അറിവുള്ളവർക്ക് മഹത്വമുണ്ട്, അറിവുള്ളവരെ ബഹുമാനിക്കണം, അറിവുള്ളവരെ ആദരിക്കണം. അത് ഈമാനാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം അത് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഖുർആൻ പഠിക്കുന്നവരും ഖുർആൻ പഠിപ്പിക്കുന്നവരും മനുഷ്യരുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠരാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമന്മാർ, ഏറ്റവും മഹത്വമുള്ളവർ അത് ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. നമ്മളെത്ര ഇകഴ്ത്തിയാലും നമ്മളെത്ര മോശമായി കണ്ടാലും അള്ളാഹുവിന്റെ കോടതിയിലെത്തുമ്പോ ആ രൂപത്തിലുള്ള മനുഷ്യന്മാർ മഹത്വവൽക്കരിക്കപ്പെട്ട ആളുകളായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആളുകൾ, പൊതുവെ സമൂഹം ആ വിഭാഗം ആളുകളെ പ്രത്യേകമായ പേര് വിളിച്ച് ഞാൻ ആ പ്രവർത്തനവും ഞാൻ ആ ജോലിയൊന്നും ചെയ്യില്ല, കാരണം എൻ്റെ സ്റ്റാറ്റസിന് പറ്റിയ ജോലിയല്ല, അതൊക്കെ ഇന്നിന്ന ആളുകൾ കാലങ്ങളായി ചെയ്തു പോരുന്ന അങ്ങനെയുള്ള പാരമ്പര്യം ഉൾക്കൊണ്ടിട്ടുള്ള ആളുകളൊക്കെ ചെയ്യേണ്ടുന്നവരാണ്. അവരുടെ കുട്ടികളെ എൻ്റെ കുടുംബത്തിലേക്ക് കെട്ടിക്കൊണ്ടുവരാൻ പറ്റില്ല, എൻ്റെ കുട്ടികളെ അവരുടെ കുടുംബത്തിലേക്ക് കെട്ടിച്ചയക്കാനും പറ്റില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആ മുഅദ്ദിനുകളെ സംബന്ധിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? നാളെ പരലോകത്ത് വരുമ്പോ കഴുത്ത് ഉയർന്നവരായിക്കൊണ്ട്, തല ഉയർത്തിയവരായിക്കൊണ്ട് അവരെ കാണാൻ സാധിക്കും. പരലോകത്തെല്ലാ മനുഷ്യന്മാരും തലതാഴ്ത്തി പേടിച്ചു നിൽക്കുമ്പോ അഭിമാനത്തോടുകൂടി 12 വർഷം ഒക്കെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും ശരി, തുടർച്ചയായി വർഷങ്ങളോളം അള്ളാഹുവിൻ്റെ പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി വിളിക്കാൻ വേണ്ടി ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ആത്മാർത്ഥമായി ആ ജോലി നിർവഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹിന്റെ കോടതിയിലുള്ള മഹത്വം അവർണ്ണനീയമാണ്. അവരുടെ മനസ്സുകൾക്ക് കുളിർമയാകുന്നതാണ് ആ പ്രഖ്യാപനം. ഇത് ഓരോ വിഷയങ്ങളിലും ഇങ്ങനെ വ്യക്തികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഈ വിഷയം തന്നെ പരന്നു കിടക്കുന്ന ഒരു വിഷയമാണ്. ഏത് വിഷയം എടുത്താലും അതിനൊരു മഹത്വം പറയാനുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു പോവുകയാണ്, ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടു പോവുകയാണ്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ മഹത്വവും ഈ ആദരവും അതുപോലെ തന്നെ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചുകൊണ്ട് നാം അതിന് മഹത്വമുണ്ടെന്ന് പറയുകയും ഒക്കെ ചെയ്യുന്നത് അള്ളാഹുവും റസൂലും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ചു തന്നു, അതുകൊണ്ട് ഇന്ന വിഷയത്തിന് നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്നു. സാധാരണ
ആ രൂപത്തിലുള്ള ആ ശൈലി സ്വീകരിക്കാതെ പോകുമ്പോഴാണ് ബിദ്അത്തുകൾ കടന്നു വരുന്നത്, അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്നത്. ചില ആളുകൾക്ക് ഒരു വിശ്വാസമുണ്ട്, ധാരണയുണ്ട്. എന്താണ്? ഒരു അമല് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, ഒരു അമല് ഒരാൾ ചെയ്യുന്ന ആളാകാൻ വേണ്ടിയിട്ട് ആ അമലിനെ സംബന്ധിച്ചുകൊണ്ട് നമുക്ക് കഥകൾ, അവരുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന രൂപത്തിലുള്ള കഥകൾ പറഞ്ഞുകൊണ്ട് ഫലിപ്പിക്കാം. യഥാർത്ഥത്തിൽ അത് ഇസ്ലാമികമല്ല. അങ്ങനെ ഒരു ശൈലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സത്യം പറഞ്ഞു, പറഞ്ഞ വാക്കുകൾ മുഴുവനും സത്യമായിരുന്നു, അതിലൊന്നും പൊള്ളയായതില്ല, തള്ളേണ്ടതില്ല. അപ്പോൾ ഒരു നമസ്കാരത്തെക്കുറിച്ച് ഒരു മഹത്വം പറഞ്ഞാൽ ആ മഹത്വം ഉള്ളതാണ്. ആ മഹത്വം കേട്ടിട്ട് സ്വീകരിക്കുന്നവനാണ് വിശ്വാസി. കാരണം ഖുർആൻ പറഞ്ഞു, അള്ളാഹുവും റസൂലും ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ അതിലൊരു നിലക്കും വിഷമം കാണിക്കാത്തവരാണ് വിശ്വാസികൾ. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നവരാണ് വിശ്വാസികൾ. വമൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. നോക്കൂ നിങ്ങൾ, ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചാൽ, എല്ലാ വിഷയത്തിലും അള്ളാഹുവിനെയും റസൂലിനെയും ഒരാൾ അനുസരിച്ചാൽ പിന്നെ അതിൻ്റെ മഹത്വം പറയുന്നത്, അതിൻ്റെ ഗുണമാണ് പറയുന്നത്. ആ അനുസരണത്തിന് അയാൾക്ക് കിട്ടുന്ന കൂലി എന്താണ്? യുദ്ഖിലുഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അടിഭാഗത്തുകൂടി അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗത്തിൽ അവർ പ്രവേശിപ്പിക്കപ്പെടും. ഖാലിദീന ഫീഹാ, അതിലവർ ശാശ്വതന്മാരായി കൊണ്ട് കഴിഞ്ഞുകൂടുകയും ചെയ്യും. വദാലിക്കൽ ഫൗസുൽ അലീം, അത് മഹത്തായ വിജയമാകുന്നു, ഒരു മനുഷ്യന് കരസ്ഥമാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വിജയം. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾക്കും പ്രത്യേകമായ സ്ഥാനങ്ങൾ കൊടുക്കുന്നതും പ്രത്യേകമായ ഇബാദത്തുകൾ തിരഞ്ഞെടുക്കുന്നതും പ്രത്യേകമായ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കുന്നതും ഒക്കെ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള അനുസരണമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ഒന്നിനും ഒരു പ്രാധാന്യം കൊടുക്കില്ല, അതിനപ്പുറത്തേക്ക് ഒരു സ്ഥാനവും ഒന്നിനും നമ്മൾ കൊടുക്കില്ല. അങ്ങനെ കണിശമായി കൊണ്ട് ഇസ്ലാമികവൽക്കരിക്കപ്പെട്ട, ആദർശവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ആളുകളായിരിക്കും വിശ്വാസികൾ. അവർ കാലകീലകൂടെ പിന്നാലെ പോകൂല. ഇന്നൊരാൾ പറഞ്ഞു, ഏതാള് അതറിയില്ല, കീല കിതാബുകൾ കാണാൻ സാധിക്കും, കീല പറയപ്പെട്ടു, ഇന്ന ഹോജ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഏത് ഹോജ? ഹോജയുടെ പേരില്ല. ആ രൂപത്തിലുള്ള വിഷയങ്ങൾ ഒരിക്കലും വിശ്വാസികൾ പറയില്ല. പിന്നെയോ കൃത്യമായി കൊണ്ട് തെളിവുകൾ, ഇന്ന ഹദീസ്, ഇന്ന ഇത്രാമത്തെ നമ്പർ, അത് സ്വഹീഹാണെന്ന് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെയായിരിക്കും ഇസ്ലാമിൽ മഹത്വമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചുകൊണ്ടുള്ള പ്രമാണങ്ങൾ. അത് ഖുർആൻ പറഞ്ഞതായിരിക്കും, ഹദീസ് പറഞ്ഞതായിരിക്കും, അതുപോലെ തന്നെ മുൻഗാമികളൊക്കെ അംഗീകരിച്ചു പോകുന്നതായിരിക്കും. എന്തുകൊണ്ടാണ് ഞാൻ ആമുഖമായി സഹോദരങ്ങളെ ഇങ്ങനെ പറയാൻ കാരണം? നമ്മൾ ഏതൊരു അമല് ചെയ്യുമ്പോഴും, ഏതൊരു കാര്യം നാം നിർവഹിക്കുമ്പോഴും ഒരു വിശ്വാസിയുടെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ്? ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞാൽ, മരണപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കോടതിയിൽ നമുക്ക് ഉപകരിക്കുന്ന അമലുകളായി തീരണം. അതാണല്ലോ ആഗ്രഹം. നമ്മുടെ ഒരുമിച്ച് ചേരൽ, അതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ കർമ്മങ്ങൾ, അതുകൊണ്ട് നമ്മൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ദഅ്വാ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ പരലോകത്തിലുള്ള കൂലിയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സൂറത്ത് കഹ്ഫ് അതിൻ്റെ അവസാന ഭാഗത്ത് വിശ്വാസികളോട് പറയുന്ന, ഓർമ്മപ്പെടുത്തുന്ന ഒരു വിഷയമുണ്ട്. എന്താണ് ആ വിഷയം? മനസ്സിൽ കുറിച്ചു വെക്കേണ്ടുന്ന, ഒരുപാട് അമലുകൾ ചെയ്യുന്ന, ഒരുപാട് മഹത്വങ്ങൾ അമലുകൾക്ക് പറയുന്ന, ഒരുപാട് മഹത്വങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന, സ്ഥലങ്ങൾക്ക് മഹത്വം പറയുന്ന, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുകയും അത് ചെയ്യണമെന്ന് വാദിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ അള്ളാഹുവും റസൂലും പഠിപ്പിക്കാത്ത, വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പ്രമാണമായി കാണിച്ചു കൊടുക്കാത്ത വല്ല മഹത്വങ്ങളുമാണ് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നതെങ്കിൽ, അങ്ങനെയുള്ള കർമ്മങ്ങളാണ് അവർ നിർവഹിക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല അല്ലദീന ളല്ല സഅയുഹും ഫിൽ ഹയാത്തിദ് ദുനിയാ വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻആ. ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, പ്രവർത്തനങ്ങൾ പൊളിഞ്ഞു പോയിട്ടുള്ള, നഷ്ടപ്പെട്ടു പോയിട്ടുള്ള, തകർന്നു പോയിട്ടുള്ള, പ്രതിഫലം ലഭിക്കാൻ അർഹമാകാത്ത പ്രവർത്തനങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ? ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അഅമാല, നഷ്ടപ്പെട്ടു പോയ പ്രവർത്തനങ്ങൾ. അങ്ങനെ നഷ്ടപ്പെട്ടു പോകുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ? അവരുടെ കൈകളിൽ ഒന്നും ഉണ്ടാവില്ല പിന്നെ പരലോകത്ത് ചെല്ലുമ്പോൾ. മാത്രമല്ല, ഈ നഷ്ടകാരികളുടെ
അവസ്ഥ എന്താണ്? അല്ലദീന ലല്ല സഅയ്യുഹും ഫിൽ ഹയാത്തി ദുനിയ, അവിടെ പ്രവർത്തനങ്ങളൊക്കെ ദുനിയാവിൽ തന്നെ തകർന്നു പോയി, ദുനിയാവിൽ തന്നെ നഷ്ടപ്പെട്ടു പോയി, പാഴായിപ്പോയി. ഒരുപാട് അധ്വാനിച്ച മനുഷ്യൻ, ഒരുപാട് പണിയെടുത്ത മനുഷ്യൻ, ഒരുപാട് വർക്കുകൾ ചെയ്ത മനുഷ്യൻ, ഒരുപാട് ദഅവക്ക് വേണ്ടി ക്ഷണിച്ച മനുഷ്യൻ, ആ മനുഷ്യനെ സംബന്ധിച്ചുകൊണ്ട് അല്ലാഹു പറയുകയാണ്, പ്രവർത്തിക്കാത്ത ആളുകളെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ സഹോദരങ്ങളെ, ദീനിലേക്ക് ക്ഷണിക്കാത്ത ആളുകളെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ, നമസ്കരിക്കാത്ത ആളുകളെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ. ഇതൊക്കെ ചെയ്തിട്ട് ആ പ്രവർത്തനങ്ങൾ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുകയാണ്. الذين ضل سعيهم في الحياة الدنيا وهم يحسبون أنهم يحسنون صنعا. ഈ ആളുകൾ വിചാരിക്കാണ്, ഞങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാനൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഇനി നമ്മളെ ഒഴിഞ്ഞു നിൽക്കുകയാണ്, നിങ്ങളൊക്കെ ചെയ്യും. ആരാ പറയണേ? 50 വയസ്സിന്റെ മേലെ പ്രായമായ പിന്നെ നമ്മളെ കാരണവന്മാർക്ക്, മുതിർന്ന ആളുകൾക്കുള്ള ഒരു വാക്കെന്താണ്? ഇനി കുട്ടികളൊക്കെ ഒന്ന് പ്രവർത്തിക്കും, നമ്മളൊന്ന് വിശ്രമിക്കട്ടെ. അള്ളാഹുവിന്റെ ദീന് കൃത്യമായിട്ട് ഉൾക്കൊണ്ട ഒരു മനുഷ്യന്, ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യന് പറയാൻ കഴിയില്ല. കാരണം എന്താ? അവൻ ചെയ്ത അമലുകളിൽ നിന്ന് എന്താണ് അവൻ അള്ളാഹു തആല സ്വീകരിച്ചത് എന്ന് ആരാണ് അവൻ ഉറപ്പ് കൊടുത്തത്? ഒരു ഉറപ്പും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പ്രയോഗം ഒരിക്കലും നല്ലതല്ല, അങ്ങനെ പറയാനും പാടില്ല. ഖുർആന്റെ പ്രയോഗത്തിന് എതിരുമാണത്. ഖുർആൻ എന്ത് പറഞ്ഞു? വഅ്ബുദ്, നീ അള്ളാഹുവിനെ ആരാധിക്കണം. ഹത്താ യഅ്തിയകൽ യഖീൻ, ഏതുവരെ ആരാധിക്കണം? യഖീൻ എത്തുന്നത് വരെ നീ അള്ളാഹുവിനെ ആരാധിച്ചു കൊണ്ടിരിക്കണം. എന്താ യഖീൻ? ഐ അൽ മൗത്ത്, മരണം. മരിക്കണ വരെ, തൊണ്ടക്കുഴിയിൽ മരണം എത്തുന്നത് വരെ അള്ളാഹുവിനെ ആരാധിക്കണം. അത് ഇസ്ലാമിന്റെ കൽപ്പനയാണ്. അപ്പൊ ആരാധനകൾ നിർവഹിക്കുന്ന കാര്യത്തിൽ, പുണ്യങ്ങൾ നിർവഹിക്കുന്ന കാര്യത്തിൽ നമുക്ക് ക്ഷീണം സംഭവിക്കാൻ പാടില്ല. അവിടെ നമ്മൾ മത്സരത്തോടുകൂടി ഫലിയതനാഫസിൽ മുതനാഫിസൂൻ, മത്സരിച്ചുകൊണ്ട് മുന്നേറണമെന്നും അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, ആ രൂപത്തിലാണ് ഇസ്ലാമിന്റെ ഓരോ വിഷയങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ കൃത്യമായിക്കൊണ്ടുള്ള മാർഗം, കൃത്യമായിക്കൊണ്ടുള്ള ദിശാബോധം, കൃത്യമായ നിർദ്ദേശം അടിസ്ഥാനമാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യൻ, അയാൾ പഠിക്കും. ഓരോ വിഷയത്തെ സംബന്ധിച്ചുകൊണ്ടും അറിയും. അയാൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ചെങ്കിലും അയാൾ പഠിക്കും. ഞാൻ എന്തിനിത് ചെയ്യണം? ഞാൻ ആർക്ക് വേണ്ടി ഇത് ചെയ്യണം? എനിക്കെന്ത് നേട്ടം? ദുനിയവിയായ നേട്ടമല്ല, മറിച്ച് പരലോകത്തുള്ള നേട്ടം. ഈ ശ്വാസം അങ്ങോട്ട് നിന്നാൽ പിന്നെ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണോ എന്ന് ചിന്തിക്കുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കണം. അപ്പോഴാണ് അവൻ രക്ഷപ്പെടുക. കാരണം ഖുർആൻ പറഞ്ഞു, വിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ്, വിശ്വാസികളെ നിങ്ങൾ പടച്ച തമ്പുരാനെ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിവദിൻ വത്തഖുല്ലാഹ്, നാളേക്ക് വേണ്ടി എന്ത് പ്രവർത്തിക്കുന്നു എന്നതിനെ സംബന്ധിച്ചുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യണം. ശ്രദ്ധിക്കണം. നിങ്ങൾ അത് എന്തെങ്കിലും ചെയ്യണമെന്നല്ല, നിങ്ങളുടെ അമലുകളുടെ കൂട്ടത്തിൽ പടച്ച തമ്പുരാന്റെ അടുക്കൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടുന്നതായ അമലുകൾ വല്ലതുമുണ്ടോ എന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ വീണ്ടും സൂക്ഷിക്കണം. എന്താ അള്ളാഹുവിനെ വീണ്ടും സൂക്ഷിക്കണം എന്ന് പറയാൻ കാരണം? എന്തെങ്കിലും ചെയ്താൽ പോരാ, പിന്നെ ആ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ മാതൃകയുള്ളതാവണം. എൻ്റെ രക്ഷിതാവായ പടച്ച തമ്പുരാൻ പഠിപ്പിച്ചതാണോ? എൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതാണോ? എൻ്റെ പ്രവാചകന്റെ ജീവിതത്തിൽ അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുവാൻ നമ്മൾക്ക് ബാധ്യതയുണ്ട്. അത് കൃത്യമായി കൊണ്ട് ഇങ്ങനെ പരിശോധിക്കണം. അങ്ങനെ പരിശോധിക്കുമ്പോൾ അമലുകൾ നഷ്ടപ്പെടൂല. കൂട്ടരെ, അമലുകൾ ചെയ്യാനല്ല പണി, അത് പരലോകത്ത് ഏടുകളിൽ കാണിക്കാനാണ് പണി എന്നത് നമ്മൾ ചിന്തിക്കണം, മനസ്സിലാക്കണം. ഏടുകളിലായ അമലുകൾ നിവർത്തി നോക്കുമ്പോ മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ ഇല്ലാ അഹ്സാഹാ, ഏടുകൾ നിവർത്തപ്പെടുന്ന ദിവസം, ചെറുതും വലുതുമായ ഒന്നും വിട്ടുപോകാത്ത ദിവസം. വിലപിച്ചു പോകും നമ്മൾ, ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ, എല്ലാ തിന്മയായി കാണുകയാണ്.
വിചാരിക്കാത്തത് മുഴുവൻ അതിൽ കാണുകയാണ്. നന്മയെന്ന് വിചാരിച്ചത് പോലും കാണുന്നില്ല. ഞാൻ സൂചിപ്പിച്ചല്ലോ ആയത്ത്, ദുനിയാവിൽ പാഴായിപ്പോയി. നിങ്ങൾ ആലോചിക്കണം, അമല് ചെയ്യുന്നവരാണ് നമ്മൾ, ഇബാദത്ത് ചെയ്യുന്നവരാണ് നമ്മൾ, ദഅ്വ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നവരാണ് നമ്മൾ. അള്ളാഹുവിൻ്റെ ഈ രൂപത്തിലുള്ള താക്കീതുകൾ നമ്മളോടാണ്, വിശ്വാസികളോടാണ്. ഒരു അമുസ്ലിമായ സഹോദരനോട് പ്രവർത്തനം നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് സൂക്ഷിക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ല. നിസ്കരിക്കാത്തൊരു മനുഷ്യനോട് നമസ്കാരം നഷ്ടപ്പെട്ടു പോകുന്നതിനെ സംബന്ധിച്ചുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല. അയാൾ നിസ്കാരം തുടങ്ങട്ടെ, എന്നിട്ട് മതി അയാളുടെ പ്രവർത്തനങ്ങൾ പിന്നെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ അക്കൗണ്ടിൽ ഉണ്ടാക്കണം. മുഫ്ലിസായി തീരാതിരിക്കാൻ ശ്രദ്ധിക്കണം. മുഫ്ലിസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചല്ലോ, മുഫ്ലിസിനെ അറിയുമോ നിങ്ങൾക്ക്? മുഫ്ലിസിനെ അറിയുമോ? പാപ്പരായവനെ അറിയുമോ? പൊട്ടിപ്പൊളിഞ്ഞു പോയവനെ കുറിച്ച് അറിയുമോ എന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, സാമ്പത്തികമായി ക്ഷയിച്ചവൻ, കച്ചവടങ്ങൾ പൊളിഞ്ഞു പോയവർ, ഇവരൊക്കെ മുഫ്ലിസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി, അവരല്ല മുഫ്ലിസ്. പിന്നെയോ, നമസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, തൗഹീദുള്ള, ആദർശത്തിനു വേണ്ടി വാദിക്കുന്ന ആളുകൾ നാളെ പരലോകത്ത് പൊട്ടിപ്പൊളിഞ്ഞ് പാപ്പരായി കയ്യിലൊന്നുമില്ലാതെ അമലില്ലാതെ തലകുനിച്ച് നിൽക്കേണ്ടുന്ന ഒരു രംഗം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അമലുകൾ പൊളിഞ്ഞു പോയിട്ട് ആസുകല്ല് തിരിയുന്നത് പോലെ നരകത്തിൽ കുടൽമാലകൾ പൊട്ടിയൊലിച്ച് നരകത്തിൽ അവൻ കടന്ന് തിരിയുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നരകത്തിലേക്ക് അവനെ പിടിച്ച് വലിച്ചെറിയും. എന്താ അവൻ ചെയ്തത്? ഈ മനുഷ്യൻ, ഏത് മനുഷ്യൻ? ഈ നിസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന, ഹജ്ജ് ചെയ്തിട്ടുള്ള, സക്കാത്ത് കൊടുക്കുന്ന, അതുപോലെ തന്നെ തൗഹീദ് ഉൾക്കൊണ്ടിട്ടുള്ള മനുഷ്യൻ, അയാളെ നാവ് വടക്കാക്കി, അയാളുടെ ചിന്തകൾ വടക്കാക്കി, മോശാക്കി. അതുപോലെ തന്നെ അമലുകൾ പൊളിഞ്ഞു പോകുന്ന ഒരുപാട് ദുസ്വഭാവങ്ങൾ ഉൾക്കൊണ്ടു, ജീവിതത്തിൽ നിലനിർത്തി. എത്ര പറഞ്ഞിട്ടും അത് മാറ്റിയില്ല. അപ്പോ അയാളുടെ അമലുകൾ, ഈ മഹത്വമുള്ള അമലുകൾ, പ്രത്യേകമായി കൂലി നൽകുമെന്ന് അല്ലാഹു തആല വാഗ്ദാനം കൊടുത്ത അമലുകൾ, ആ അമലുകൾ പരലോകത്ത് കിട്ടാതെ പോയി. അപ്പൊ വളരെ ഗൗരവത്തോടു കൂടി ആമുഖമായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയങ്ങളാണിത്. ഒന്ന്, അല്ലാഹുവും റസൂലും പറഞ്ഞതായിരിക്കണം ഓരോ കർമ്മങ്ങളും. അതിന് അവർ പറഞ്ഞ മഹത്വമേ നമ്മൾ വിചാരിക്കാനും പാടുള്ളൂ. രണ്ടാമത്തേത്, ആ കർമ്മങ്ങൾ ചെയ്താൽ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ട് എനിക്ക് ഒരു വിനയത്തോടു കൂടി നൽകാനുള്ള ഒരു ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ, കൂട്ടരെ, സഹോദരങ്ങളെ, നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ നിൽക്കാതെ കുറച്ച് കാര്യം ചെയ്യാം. ഇബാദത്തുകൾ, ഫർദ് നിസ്കാരം കുറക്കാനല്ലോ പറഞ്ഞത്, മറിച്ച് ചെയ്യുന്ന അമലുകൾ കുറച്ചാണെങ്കിലും സ്ഥിരമായിട്ട് അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യാം. അത് തുടങ്ങണം. നമ്മൾ ശീലിക്കണം. അത് കിടന്നുറങ്ങുന്ന സമയത്തൊക്കെ ഒന്ന് ആലോചിച്ചുകൂടെ, ഞാൻ ഇന്നത്തെ എൻ്റെ നിസ്കാരം വല്ലതും ബാത്തിലാക്കിയോ? ഞാൻ ഇന്ന് കുറേ സ്വതക്ക കൊടുത്തു, ഒരുപാട് ദാനം ചെയ്തിട്ടുണ്ട്, അതെനിക്ക് കിട്ടൂലേ നാളെ പരലോകത്ത്? നമ്മൾ അധ്വാനിച്ച, നമ്മൾ ചെലവഴിച്ച, നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സമ്പത്തല്ല കൂട്ടരെ നമ്മൾ കൊടുക്കുന്നത്. ഒരാൾ വന്ന് ചോദിക്കുമ്പോൾ വെറുതെ കൊടുക്കുകയാണോ നമ്മൾ? അല്ലല്ലോ, കൂലിട്ടണമെന്ന് വിചാരിച്ചിട്ട് തന്നെയല്ലേ കൊടുക്കണത്. എന്നിട്ട് ആ കൂലി കിട്ടണമെന്ന് വിചാരിച്ച് ചെയ്ത കാര്യങ്ങൾ നാളെ പരലോകത്ത് ഏട് നോക്കുമ്പോൾ ഇല്ല. എന്ത് സംഭവിക്കുന്നു? അവിടെയാണ് വിഷയത്തിന്റെ ഗൗരവം സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ സ്ഥലങ്ങൾക്കും സമയങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കും പ്രദേശങ്ങൾക്കും ഒക്കെ മഹത്വം കൽപ്പിച്ച, മാസങ്ങൾക്കും ദിവസങ്ങൾക്കും ഒക്കെ പ്രത്യേകത കൽപ്പിച്ച, അതിന്റെ മഹത്വം പഠിപ്പിച്ചെന്ന അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബാദത്തുകൾക്കും ദിക്റുകൾക്കും അതുപോലെ തന്നെ സ്വഭാവങ്ങളിലെ ചില പ്രത്യേകമായ സ്വഭാവങ്ങൾക്കുമൊക്കെ ചില മഹത്വങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ അറിയുമ്പോഴാണ് ആ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രചോദനം ഉണ്ടായിത്തീരുന്നത് എന്ന് മനസ്സിലാക്കുക. നമുക്കറിയാം, ഇസ്ലാമിലെ ഒന്നാമത്തെ കാര്യം അതെന്താണ്? അത് തൗഹീദാണ്. തൗഹീദാണ്. അതുകൊണ്ട് തന്നെ തൗഹീദിനുള്ളത്ര സ്ഥാനവും മഹത്വവും മറ്റൊരു കാര്യത്തിനും ഇല്ല. എന്തേ? ആരാ പറഞ്ഞ്? ഇത് ഞാൻ വെറുതെ പറഞ്ഞാൽ പോരല്ലോ. അല്ലാഹു സുബ്ഹാനഹു തആല പഠിപ്പിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. തൗഹീദ് നമുക്കെല്ലാവർക്കും സുപരിതമായ അറിയാവുന്ന ഒരായത്താണ്. സൂറത്ത് അംബിയായിലെ 25-ാമത്തെ വചനം എന്താണ്? വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ
ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. നിനക്ക് മുമ്പ് ഒരൊറ്റ പ്രവാചകനെയും ഞാൻ നിയോഗിച്ചിട്ടില്ല, നാം നിയോഗിച്ചിട്ടില്ല. ആ പ്രവാചകന്മാർക്ക് വഹി കൊടുത്തുകൊണ്ടല്ലാതെ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റൊരാളുമില്ല. അതുകൊണ്ട് പടച്ച തമ്പുരാനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാൻ പാടുള്ളൂ എന്ന് വഹി കൊടുക്കാതെ മുഹമ്മദ് നബിയെ താങ്കൾക്ക് മുമ്പ് ഒരാളെയും നാം നിയോഗിച്ചിട്ടില്ല. കണ്ടോ? അപ്പൊ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ മഹത്വപൂർണമായ ഒരു വചനം, ഒരാശയം, അത് ലാ ഇലാഹ ഇല്ലല്ലയാണ്. ആ ലാ ഇലാഹ ഇല്ലല്ലക്ക് എതിർ പ്രവർത്തിക്കാൻ പാടില്ല. ആ ലാ ഇലാഹ ഇല്ലല്ല ഉൾക്കൊള്ളാതിരിക്കാൻ പാടില്ല. ആ ലാ ഇലാഹ ഇല്ലല്ല പറയാതിരിക്കാൻ പാടില്ല. ആ ലാ ഇലാഹ ഇല്ലല്ല പ്രചരിപ്പിക്കാതിരിക്കാൻ പാടില്ല. കാരണം എന്താ? അതിന് മഹത്വം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, അത് പ്രചരിപ്പിക്കുന്നതിന് കൂലിയുണ്ട്, അത് ഉൾക്കൊള്ളുന്നതിന് പ്രത്യേകതയുണ്ട്. അതിന് വിരുദ്ധമായിക്കൊണ്ട് ആരെങ്കിലും പ്രവർത്തിച്ചാൽ ഏറ്റവും വലിയ പാപവുമായി തീരും. അതാണ് തൗഹീദിന്റെ പ്രത്യേകത, തൗഹീദിന്റെ മഹത്വം അതാണ്. തൗഹീദിന് എതിരായിക്കൊണ്ടൊരാൾ പ്രവർത്തിച്ചാൽ, തൗഹീദിനെതിരായിക്കൊണ്ടുള്ള ഒരു ആശയം സ്വീകരിച്ചാൽ, ആ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ളുൽമ് അതാണ്. ളുൽമുകൾ ഒരുപാടുണ്ട്. ഈ വ്യഭിചാരം ളുൽമാണ്, അതുപോലെ തന്നെ കളവ് നടത്തൽ ളുൽമാണ്, അക്രമമാണ്, കൊല അക്രമമാണ്. ഒരുപാട് അക്രമങ്ങളുണ്ട്. എന്നാൽ ഖുർആൻ പറഞ്ഞ ഏറ്റവും വലിയ അക്രമം എന്താണ്? ഇന്ന ശിർക ലളുൽമുൻ അലീം. ആ വാക്ക് മതി തൗഹീദിന്റെ മഹത്വം മനസ്സിലാക്കാൻ. ഏറ്റവും വലിയ അക്രമം അത് ശിർക്കാണ്, തൗഹീദിന് വിരുദ്ധമായി ജീവിക്കലാണ്, ആ വിശ്വാസം സ്വീകരിക്കലാണ്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, വമൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിൽസാലിമീന മിൻ അൻസാർ. വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം അല്ലാഹു സുബ്ഹാനഹു തആല അവനെ ഹറാമാക്കിയിരിക്കുന്നു. കണ്ടോ? സ്വർഗ്ഗം ഹറാം, സ്വർഗ്ഗത്തിൽ അവനെ പ്രവേശിപ്പിക്കൂല, കടത്തൂല. വമഅവാഹുൻ നാർ, നരകമാകുന്നു അവന്റെ അഭയസ്ഥാനം. വമാ ലിൽസാലിമീന മിൻ അൻസാർ. ഒരിക്കലും തന്നെ ഈ രൂപത്തിൽ അക്രമം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല ഒരു സഹായിയെയും നിശ്ചയിച്ചു കൊടുക്കുകയില്ല, ഒരു സഹായിയെയും അവന് കണ്ടെത്താൻ കഴിയുകയില്ല. ഒരു സ്ഥലത്തും അവനൊരു സഹായി ഉണ്ടാവില്ല. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ശത്രുവാണ് അവൻ. നോക്കൂ നിങ്ങൾ, ആ തൗഹീദിന്റെ ആശയം ഉൾക്കൊള്ളുന്ന വചനത്തിന്റെ പ്രത്യേകത, ആ തൗഹീദ് ഉൾക്കൊള്ളുന്ന വചനത്തിന്റെ പ്രത്യേകത, മഹത്വം, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലേ? അതിനേക്കാളും വലിയൊരു വാക്കുണ്ടോ വിശ്വാസികൾക്ക് പറയാൻ? അതിനേക്കാളും വലിയൊരു ഒരു വചനം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? അല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഞാനും എൻ്റെ മുൻഗാമികളായ പ്രവാചകന്മാരും ഈ ലോകത്തോട് പഠിപ്പിച്ചിട്ടുള്ള ഏറ്റവും മഹത്വപൂർണമായിട്ടുള്ള വചനം അത് ലാ ഇലാഹ ഇല്ലല്ലയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞ ആ വാക്കും നമുക്കറിയാം. അല്ലാഹുവേ ഒരു ദിക്റ്, അല്ലാഹുവേ നിന്നെ ഓർക്കാനുള്ള ഒരു വചനം, എപ്പോഴും സ്മരിക്കാൻ പറ്റുന്ന ഒരു വചനം എനിക്ക് പറഞ്ഞു തരണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു കൊടുത്തു. അപ്പോ അത് എൻ്റെ മുൻഗാമികൾ പറഞ്ഞതാണ്, എൻ്റെ ആളുകൾക്ക് അറിയാവുന്നതാണ്. ഞാൻ അതല്ല ചോദിച്ചത്. ഒരു പുതിയ വചനം നിന്നെ ഓർക്കാൻ വേണ്ടി പറയാൻ നീ എനിക്ക് പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല തിരുത്തി കൊടുത്തു. എന്താ? ആകാശഭൂമികൾ മുഴുവനും കനം തൂങ്ങുന്നതിനേക്കാളും അപ്പുറം ലാ ഇലാഹ ഇല്ലല്ലാഹ് കനം തൂങ്ങും. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആൾക്കാരാണ് മുസ്ലിങ്ങൾ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയേണ്ടവരാണ് മുസ്ലിങ്ങൾ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പ്രചാരകരും പ്രവർത്തകരുമായിരിക്കണം മുസ്ലിങ്ങൾ, വിശ്വാസികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ മിൻ അഹദിൻ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് സുദ്ഖം മിൻ ഖൽബിഹി ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ. നോക്കൂ നിങ്ങൾ, ഏതെങ്കിലും ഒരു മനുഷ്യൻ
അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി ഒരാളും തന്നെ ഇല്ല എന്ന് സാക്ഷ്യപ്പെടുത്തുകയും വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ ദൂതനായ മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ ദൂതനാണെന്നും സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ, എങ്ങനെ? സുദ്ഖം മിൻ ഖൽബിഹി, അവൻ്റെ ഹൃദയത്തിൽ സത്യപ്പെടുത്തിക്കൊണ്ട്, ഹൃദയത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്, വാക്കുകൊണ്ടല്ല പറയണം അത്, പക്ഷേ ഹൃദയത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട്. കുട്ടിക്കാലത്ത് ഉസ്താദുമാർ പറഞ്ഞ് പഠിപ്പിച്ച ഒരു വാക്കുണ്ട്, മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുക. മനസ്സിലുറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുക, അത് ഈമാനിന്റെ ഭാഗമാണ്. ഈമാൻ അങ്ങനെയായിരിക്കണം, പറയുന്ന കാര്യം മനസ്സിലുണ്ടാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോൾ അത് മനസ്സിലുണ്ടാവണം, അപ്പോഴാ ജീവിതത്തിൽ സ്വാധീനം ഉണ്ടാകുക. അല്ലെങ്കിലോ വാക്കിൽ മാത്രം അത് ഒതുങ്ങും. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം അവൻ മനസ്സിലാക്കിയിട്ടില്ല. നോക്കൂ നിങ്ങൾ, അങ്ങനെ ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ആരെങ്കിലും മൊഴിഞ്ഞാൽ, അങ്ങനെ ആരെങ്കിലും സാക്ഷ്യപ്പെടുത്തിയാൽ, അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഇല്ലാ ഹറമഹുല്ലാഹു അലന്നാർ. അതാണ് അതിന്റെ മഹത്വം. ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം ഹറാമാക്കാതിരിക്കുകയില്ല. ആ മനുഷ്യൻ ഒരിക്കലും നരകത്ത് പോവില്ല. എത്ര എളുപ്പം! അല്ലാഹനെ മനസ്സിലാക്കി അല്ലാഹനെ തിരിഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടാൽ. പക്ഷെ ഇത്ര മനുഷ്യന്മാർക്ക് ഉൾക്കൊള്ളാൻ ഇത്ര പ്രയാസമുള്ള വേറൊരു വിഷയമുണ്ടോ? കാരണം പിശാജ് അവിടെ കുത്തിരിക്കണേ, പിശാജ് അവിടെ ഇരിക്കണേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ അടി, ഏറ്, കുത്ത്, അല്ലേ? അമ്പിയാക്കന്മാർക്ക് നിങ്ങൾ ചരിത്രം പഠിച്ചിട്ടില്ലേ? നമ്മൾ കേട്ടിട്ടില്ലേ? അമ്പിയാക്കന്മാർക്ക് എപ്പോഴാണ് അടി കിട്ടിയത്? അമ്പിയാക്കന്മാരെ ആളുകൾ എപ്പോഴാണ് കൂക്കി വിളിച്ചത്? അമ്പിയാക്കന്മാരെ എപ്പോഴാണ് സമൂഹം കൈയൊഴിച്ചത്? കള്ളനെന്നും അതുപോലെ തന്നെ ഭ്രാന്തനെന്നും മുദ്രകുത്തിയത് എപ്പോഴാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്കാലത്ത്, അത് അല്ലെങ്കിൽ ചെറുപ്പകാലത്ത് അൽ അമീൻ എന്ന പേരിൽ അറിയപ്പെട്ടു എല്ലാവരും ആദരിക്കപ്പെടുന്ന ആളായി മാറിയില്ലേ? എപ്പോഴാ വെറുക്കപ്പെട്ടവനായത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോഴാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോഴാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മുസ്ലിങ്ങൾ ഉണ്ടെങ്കിലും ആ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ആരോടാണ് ആളുകൾക്ക് വെറുപ്പ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരോടാണ്. നോക്കൂ നിങ്ങൾ, വിലയിരുത്തണം നമ്മൾ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരോട് മുസ്ലിങ്ങൾക്ക് വെറുപ്പ്, അത് അമ്പിയാക്കന്മാരുടെ പാരമ്പര്യമാണ്. ആ വെറുപ്പ് നേടിയെടുക്കൽ അമ്പിയാക്കന്മാരുടെ പാരമ്പര്യമാണ്. അത് ആ മഹത്വം മനസ്സിലാക്കി അത് പറയുമ്പോ അതൊന്നും ഒരു വിഷയാവൂല. അല്ലെങ്കിൽ എന്തുണ്ടാവുന്ന ഞങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം മനസ്സിലാക്കാതെ ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ നിന്നാൽ നിർത്തിപ്പോവും. അയാൾ ആ പണിക്ക് പിന്നെ വരൂല സമൂഹത്തിന്റെ പ്രതികരണം കേൾക്കുമ്പോ. അതുകൊണ്ട് തന്നെ ഓരോന്നിന്റെയും മഹത്വവും വലിപ്പവും ശ്രേഷ്ഠതയും കൃത്യമായി കൊണ്ട് ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കണം. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, സമിഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി ഞാൻ കേട്ടു. എന്താണ് പറയുന്നത്? മൻ ഷഹിദ അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് ഹറമല്ലാഹു അലൈഹിൻ നാർ. ആവർത്തിച്ച് പറയണം. അല്ലാഹു സുബ്ഹാനഹു തആല നരകം ആ മനുഷ്യനെ ഹറാമാക്കിയിരിക്കുന്നു. ഇന്നല്ലാഹ ഖദ് ഹറമ അലന്നാർ. വേറെ വചനത്തിൽ, വേറൊരു ഹദീസിൽ ഇങ്ങനെയാണ്, ഇന്നല്ലാഹ ഖദ് ഹറമ അലന്നാർ. നരകത്തിന്റെ മേൽ അല്ലാഹു സുബ്ഹാനഹു തആല ഹറാമാക്കിയിരിക്കുന്നു. നരകത്തിനോട് പറഞ്ഞിരിക്കുകയാണ്, പാടില്ല, ഹറാമാണ് നിനക്ക്. എന്താ ഹറാം? ഏത് കാര്യത്തിലാണ് ഹറാം? മൻ ഖാല, പറഞ്ഞ ഒരുത്തനെ സംബന്ധിച്ചുകൊണ്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ടിരിക്കുന്നവനെ സംബന്ധിച്ച് ഒരിക്കലും അവനെ നരകം ബാധിക്കാൻ പാടില്ല എന്ന് നരകത്തോട് ശാസിച്ചിരിക്കുന്നു പടച്ച തമ്പുരാൻ. കണ്ടോ? അപ്പം അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൃത്യമായി കൊണ്ട് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടൊരു മനുഷ്യൻ, അയാൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടു, അതിന്റെ മഹത്വം കൃത്യമായി കൊണ്ട് ഉൾക്കൊള്ളാത്തത് കൊണ്ടായിരിക്കാം പലപ്പോഴും സ്വഭാവ ദൂഷ്യക്കാരനാവും, മോശ സ്വഭാവത്തിന്റെ ആളാകും. നമുക്കറിയാമല്ലോ, സ്വഭാവം, ഹുൽക്ക്, ഹുസ്നുൽ ഹുൽക്കിന് ഇസ്ലാം വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ
ഓരോ വിശ്വാസിയും സൽസ്വഭാവിയായിരിക്കണം. സൽസ്വഭാവിയായ വിശ്വാസിയിൽ നിന്നേ അല്ലാഹു തആല ഇതൊക്കെ സ്വീകരിക്കുള്ളൂ. നാളെ പരലോകത്ത് തുലാസിൽ ഏറ്റവും കനം തൂങ്ങുന്ന വിഷയങ്ങളുടെ കൂട്ടത്തിൽ മറ്റൊന്നാണ് സൽസ്വഭാവം. ആ സൽസ്വഭാവത്തെ സംബന്ധിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുണ്ട്. ഫബിമാ റഹ്മത്തും മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫല്ലൂ മിൻ ഹൗലിക ഫഅഫു അൻഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് സ്വഭാവത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട്. എന്താണ്? ഫബിമാ റഹ്മത്തും മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബ്. അല്ലാഹുവിന്റെ കാരുണ്യമില്ലായിരുന്നുവെങ്കിൽ നീ ആളുകളോട് പരിശമായി പെരുമാറുമായിരുന്നു. പക്ഷേ അല്ലാഹുവിന്റെ കാരുണ്യം ഉണ്ടായതുകൊണ്ട് ആളുകളോട് മാന്യമായി പെരുമാറി. ആളുകളോട് മാന്യമായി കൊണ്ട് പെരുമാറിയാൽ ആളുകൾ നിന്റെ കൂടെ നിൽക്കും. ആളുകളോട് പരിക്കമായി പെരുമാറിയാലോ ആളുകൾക്ക് നിന്നെ ആവശ്യമില്ല. നീ വലിയ തൗഹീദിന്റെ ആളാണ്, നീ വലിയ ദഅവത്ത് നടത്തുന്ന ആളാണ്, നീ വലിയ ദായിയാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആൾക്കാർക്ക് നിന്നെ വേണ്ടി വരില്ല. കാരണം എന്താ? അയാൾ സത്യം പറയാത്തത് കൊണ്ടാണോ? അയാളുടെ അടുക്കൽ തൗഹീദ് ഇല്ലാത്തത് കൊണ്ടാണോ? അല്ല, മറിച്ച് അയാളുടെ സ്വഭാവം മോശമാണ്. അപ്പൊ സ്വഭാവ സംസ്കരണത്തിന്റെ മഹത്വം ഒരു വിശ്വാസി മനസ്സിലാക്കണം. സ്വഭാവത്തിന്റെ ഗുണങ്ങളെ സംബന്ധിച്ച് ഒരു വിശ്വാസി പഠിക്കണം. തുലാസിൽ ഏറ്റവും കൂടുതൽ കനം തൂങ്ങുന്ന അമലുടെ കൂട്ടത്തിലെ ഒരു കാര്യമാണ് സൽസ്വഭാവം എന്നവൻ മനസ്സിലാക്കണം. അതുകൊണ്ട് ഞാൻ ദുസ്വഭാവിയായിക്കൂടാ, ഞാൻ മോശ സ്വഭാവത്തിന്റെ ഉടമയായിക്കൂടെ. എൻ്റെ അയൽവാസിയോട്, അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരോട്, നാട്ടുകാരോട്, സഹപ്രവർത്തകരോട് എല്ലാം മാന്യമായി കൊണ്ട് പെരുമാറുന്ന അവസ്ഥ ആ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അത് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അലാ ഉഖ്ബിറുക്കും ബിമൻ യഹ്റുമു അലന്നാർ. നരകം വിരോധിക്കപ്പെട്ടിട്ടുള്ള ചില ആളുകളെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഇവർക്ക് നരകം വിരോധിക്കപ്പെട്ടിട്ടുണ്ട്, നരകത്തിൽ ഒരു പോകൂല. ആരൊക്കെയാണവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഔ ബിമൻ തഹ്റുമു അലൈഹിന്നാർ, അല്ലെങ്കിൽ അവരുടെ മേൽ നരകം ഹറാമാണ്. നരകം വിരോധിക്കപ്പെടുകയോ അല്ലെങ്കിൽ അവർക്ക് നരകം വിരോധിക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ആരാണ്? ആ ആളുകൾ അലാ കുല്ലി കരീബിൻ ഹയ്യിനിൻ സഹ്ലിൻ, തൻ്റെ ബന്ധുക്കളോട് അടുപ്പക്കാരോടൊക്കെ വളരെ സൗമ്യമായി ലോലമായി പെരുമാറുന്നവനാണ്. ഒരു സഹലുള്ളവനാണ്, ഒരു മുറുക്കമില്ലാത്തവനാണ്, ഒരു ഇടുക്കമില്ലാത്തവനാണ് അവൻ. അവനോട് അടുക്കാൻ കൊള്ളും, അവനോട് വർത്തമാനം പറയാൻ കൊള്ളും, അവനോട് പുഞ്ചിരിക്കാൻ സാധിക്കും, അവൻ്റെ കൂടെ ഇരിക്കാൻ സാധിക്കും. അവൻ ഒരിക്കലും ആഗ്രഹിക്കൂല എനിക്ക് അവരുടെ കൂട്ടത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പദവി കിട്ടണം, ഞാൻ അവരെക്കാളും പഠിച്ചതല്ലേ, ഞാൻ അവരെക്കാളും കുറെ പാരമ്പര്യമുള്ള ആളല്ലേ, ഞാൻ അവരെക്കാളും ഒരുപാട് പ്രവർത്തിച്ച ആളല്ലേ, ഞാൻ ഒരുപാട് വിവരമുള്ള ആളല്ലേ, ഞാൻ ദഅവത്ത് നടത്തുന്ന ആളല്ലേ, ഞാൻ പ്രസംഗിക്കുന്ന ആളല്ലേ. അങ്ങനെ ഒരിക്കലും ഒരാള് തൻ്റെ കൂട്ടുകാർക്കിടയിൽ വെച്ചുകൊണ്ട് പറയില്ല, ചിന്തിക്കൂല. കാരണം എന്താ? അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ അവന് മോശമാണ് എന്നവൻ ഉൾക്കൊള്ളുന്നു. അപ്പൊ സഹിലായിക്കൊണ്ട്, സൗമ്യമായിക്കൊണ്ട്, എളുപ്പത്തിൽ ഇടപഴകാൻ പറ്റുന്ന ഒരു സ്വഭാവത്തിന്റെ ഉടമയായി വിശ്വാസികൾ മാറണം. അപ്പോഴാണ് ആ മനുഷ്യന് അവന്റെ കർമ്മഫലം ലഭിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരുപാട് സ്വഭാവ ഗുണങ്ങൾ നമുക്കറിയാമല്ലോ. ഞാൻ ആ ഭാഗത്തേക്ക് പ്രവേശിക്കുന്നില്ല. കാരണം എല്ലാ ഭാഗങ്ങളും ഒന്ന് പരാമർശിച്ചു പോവുക എന്നത് മാത്രമേ ഈ വിഷയം കൊണ്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ സഹോദരങ്ങളെ, നമ്മൾ ദഅവാ പ്രവർത്തനങ്ങൾ നിർവഹിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യം, ദീനീ രംഗത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ അതിന് കിട്ടുന്ന സ്ഥാനത്തിന്റെ മഹത്വത്തിന്റെ വില അത് ഒരുപാട് വലുതാണ്. ഒറ്റ കാര്യം പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ അയാൾ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചിട്ട്, ദീനിന്റെ മാർഗത്തിൽ അയാളുടെ സമയം ചെലവഴിച്ചിട്ട്, അയാളുടെ അധ്വാനം ചെലവഴിച്ചിട്ട് അയാളുടെ കാൽപാദങ്ങളിൽ പൊടി പുരണ്ടാൽ, ദീനിന്റെ മാർഗത്തിൽ സഞ്ചരിച്ചിട്ട്, ഫീ സബീലിൽ സഞ്ചരിച്ചിട്ട് അയാളുടെ കാലിൽ പൊടി പുരണ്ടാൽ, ആ മനുഷ്യനെ സംബന്ധിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഇഅ്ബറത് ഖദമാഹു ഫീ സബീലില്ലാഹി ഹറമഹുല്ലാഹു അലന്നാർ.
ആ മനുഷ്യനും നരകം ഹറാമാണ്. നരകത്തിൽ ആ മനുഷ്യൻ പോവില്ല. നമ്മളെ ശരീരത്തിൽ എത്ര പിറളാറുണ്ട്, എത്ര നമ്മുടെ ശരീരത്തിൽ മണ്ണ് പിറളാറുണ്ട്, ചളി പിറളാറുണ്ട്. അതുപോലെ തന്നെ ദീനീ രംഗത്ത് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിക്കുമ്പോൾ എന്തൊക്കെ നമുക്ക് സംഭവിക്കാറുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് സൊഫിൽ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം. വിശ്വാസികളെ, നാളെ പരലോകത്ത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വിജയപ്രദമായ ഒരു കച്ചവടത്തെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? ഒരു കച്ചവടം താല്പര്യമുള്ള വിഷയമാണല്ലോ എല്ലാവർക്കും. പണ്ടുകാലം മുതൽക്കേ എല്ലാ മനുഷ്യന്മാരും ചെയ്തു പോരുന്ന, പലരും ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കച്ചവടം, ഹലാലായ ഒരു കാര്യം. അങ്ങനെ പരലോകത്ത് കൂലി കിട്ടുന്ന, സ്വർഗം കിട്ടുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. മുതലിറക്കേണ്ടത് ദുനിയാവിലാണ്. എന്തൊക്കെയാണ് ആ കച്ചവടത്തിലെ മുതൽ മുടക്കുകൾ? അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലികും വഅൻഫുസികും. നോക്കൂ നിങ്ങൾ, അതിലെ ചരക്കുകൾ അതാണ്. തുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. വറസൂലിഹി, അല്ലാഹുവിൻ്റെ പ്രവാചകനിലുള്ള വിശ്വാസമാണ്. വതുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണ്, ധർമ്മസമരമാണ്. ബിഅംവാലികും വഅൻഫുസികും, എങ്ങനെ? ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും. അങ്ങനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാൾ അധ്വാനിച്ച് അയാളുടെ ശരീരത്തിൽ കാൽപാദങ്ങളിൽ മണ്ണ് പുരണ്ടാൽ ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു തആല നരകത്തിൽ പ്രവേശിപ്പിക്കൂല. അവിടെയൊക്കെ മുൻപേ പറഞ്ഞ വാക്കുകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ആ കർമ്മം പരലോകത്ത് കാണണം കേട്ടോ. ആ കർമ്മം പരലോകത്ത് ഉണ്ടാവണം കേട്ടോ നമ്മുടെ ഏടുകളിൽ. അപ്പോ അല്ലാഹു സുബ്ഹാനഹു തആല കർമ്മം ചെയ്ത ആൾക്കാരെ അങ്ങോട്ട് മാറ്റി നിർത്തും. കുറ്റവാളികളോട് മാറി നിൽക്കാൻ വേണ്ടി പറയും, വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, മാറിയടോ എന്നറിയും. മാറി നിൽക്കും. രണ്ട് കാറ്റഗറി ആയിട്ട്, രണ്ട് വിഭാഗമായിട്ട് അല്ലാഹു തആല മനുഷ്യരായിട്ട് വേർതിരിക്കും. ഇവിടെ നമുക്ക് വേർതിരിക്കാൻ വകുപ്പില്ലല്ലോ കൂട്ടരെ. ഇവിടെ നമുക്ക് ആരെയും വേർതിരിക്കാൻ വകുപ്പില്ലല്ലോ. ഉണ്ടോ? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ തഖ്വയുള്ളവരാണ് അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും ആദരിക്കപ്പെട്ടവർ, മഹത്വമുള്ളവർ. ആ ആദരവ് കാണുവെവിടെയാണ്? പരലോകത്താണ്. മാറി നിൽക്കാൻ പറയും മറ്റവരോട്. അഹങ്കാരം നടിച്ച് നടന്ന, കിബിർ നടിച്ച് നടന്ന, സ്വഭാവ ദൂഷ്യങ്ങൾ വെച്ച് പുലർത്തിയ, എത്ര കേട്ടാലും ഞാൻ എൻ്റെ സ്വഭാവത്തിൽ നിന്ന് മാറൂല എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് എങ്ങനെ നടന്ന മനുഷ്യനാണെങ്കിലും അവന് ജീവിതം നിലനിൽക്കണമെങ്കിൽ, ജീവൻ നിലനിൽക്കണമെങ്കിൽ ശ്വസിക്കണമല്ലോ, വായുവാണല്ലോ. ആ വായു അല്ലാഹു തആല കൊണ്ട് പിടിച്ചു വെച്ചാൽ മൗത്തായി ആ മനുഷ്യൻ. പിന്നെ ആരുണ്ടവന്? പിന്നെ ആരുണ്ടവൻ്റെ കൂടെ? ആരെങ്കിലും ഉണ്ടോ സഹായിക്കാൻ? ആരെങ്കിലും അവൻ്റെ കൂടെ ശുപാർശ പറയാൻ? ആരെങ്കിലും അവനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, പോംവഴികൾ പറഞ്ഞു കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് ആരൊക്കെ എന്തൊക്കെ പോംവഴി പറഞ്ഞുതരും. നിങ്ങൾ അങ്ങനെ ഇങ്ങനെ അല്ലേ, അങ്ങനെ ആണട്ടോ, ഇങ്ങനെ ആണട്ടോ, ഒക്കെ ആവശ്യമാണ്. പക്ഷേ ഒക്കെ നന്മയുടെ മാർഗത്തിലൂടെ അല്ലെങ്കിൽ തളർന്നു വീഴുമ്പോൾ ഈ മനുഷ്യന്മാരൊന്നും കൂടെ ഉണ്ടാവില്ല. തളർന്നു വീഴുമ്പോൾ ഇപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്ന ആളുകളാവും നമ്മളെ കൂടെയൊക്കെ ആൾക്കാരുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ കൂട്ടത്തിൽ ലൈഫായി രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട നമ്മുടെ സഹോദരങ്ങൾ, അല്ലാഹു തആല അവരുടെ രോഗങ്ങൾക്ക് ശിഫ നൽകുമാറാവട്ടെ. മരണം സംഭവിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യവും ആ സഹോദരങ്ങൾക്ക് നൽകുമാറാവട്ടെ. അങ്ങനെ സംഭവിച്ചാൽ എത്ര കാലം നമുക്ക് കൂടെ നിൽക്കാൻ കഴിയും? എത്ര കാലം കൂടെ നിൽക്കാൻ കഴിയും? മനസ്സിൽ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് നീറുന്ന മനസ്സുമായി കഴിയാനല്ലാതെ ആ മനുഷ്യന് പിന്നെ എന്ത് കഴിയും? അപ്പൊ അതൊക്കെ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ആലോചിക്കേണ്ട വിഷയങ്ങളാണ്. അങ്ങനെ കൃത്യമായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ധർമ്മസമരം നിർവഹിച്ചുകൊണ്ട് നാം ജീവിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല ആ മനുഷ്യന് അതിൻ്റെതായ മഹത്വം നാളെ പരലോകത്ത് നൽകും. അതുപോലെ മറ്റൊരു കാര്യമാണ്, മറ്റൊരു കർമ്മമാണ് നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന നമസ്കാരങ്ങൾ. അത് പ്രത്യേകം പറഞ്ഞു തരേണ്ടുന്ന ആവശ്യമില്ല. നമസ്കാരത്തിന്റെ മഹത്വം ഉൾക്കൊണ്ടത് കൊണ്ടാണല്ലോ 5 നേരത്തെ നമസ്കാരക്കാരായി നമ്മൾ മാറിയത്. ആ നമസ്കാരം നിർവഹിക്കുമ്പോഴാണ് ഞാനൊരു മുസ്ലിമായി തീർന്നതെന്ന ബോധം കൊണ്ടാണല്ലോ കൃത്യമായി കൊണ്ട് ആ നമസ്കാരം നിർവഹിക്കാൻ നമുക്ക് പ്രേരണ ഉണ്ടായിത്തീർന്നത്.
ആ നമസ്കാരം നിർവഹിച്ചാൽ ഞാൻ കാഫിറായി പോകുമല്ലോ എന്ന ബോധമാണല്ലോ ആ നമസ്കാരം കൃത്യമായി നിർവഹിക്കാൻ നമ്മളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ നമസ്കാരം, അതിലെ സുജൂദുകൾ, അതിൻ്റെയൊക്കെ മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഹറമല്ലാഹു അലന്നാർ, നരകം ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ മേൽ ഹറാമാക്കിയിരിക്കുന്നു. അൻതഉകുലാസറ സുജൂദ്, സുജൂദിന്റെ അടയാളങ്ങൾ കൊണ്ട് ഭാഗ്യം കിട്ടിയ മനുഷ്യൻ, സുജൂദിന്റെ അടയാളങ്ങൾ വീണിട്ടുള്ള മനുഷ്യൻ, ആ മനുഷ്യന് നരകം സ്പർശിക്കുകയില്ല. നോക്കൂ നിങ്ങൾ, തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഇ യദഊന റബ്ബഹും ഖൗഫൻ വതമആ. കൃത്യമായി നമസ്കാരത്തെ സംബന്ധിച്ചുകൊണ്ടുള്ള ബോധവും നമസ്കരിക്കുന്നതിലൂടെ പടച്ച തമ്പുരാനോടുണ്ടാകുന്ന അടുപ്പവും ആ നമസ്കാരത്തിന് പടച്ച തമ്പുരാന്റെ അടുക്കൽ നിന്ന് ലഭിക്കുന്ന കൂലിയും മനസ്സിലാക്കിയിട്ട് എല്ലാവരും കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോലും എഴുന്നേറ്റുകൊണ്ട് നമസ്കരിക്കുന്ന വിശ്വാസികൾ, അവർക്കും ഉറക്കമുണ്ട്, അവർക്കും ഉറങ്ങണമെന്ന ആഗ്രഹമുണ്ട്, അവർക്കും നല്ല കട്ടിയുള്ള പുതപ്പുകളുണ്ട്, നല്ല സൗകര്യങ്ങളുള്ള കട്ടിലുകളുണ്ട്. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും ആ തണുപ്പിനെ വകവെക്കാതെ, AC-യുടെ തണുപ്പിനെ വകവെക്കാതെ, ഏത് ചൂടുകാലത്തും തണുപ്പ് നൽകിക്കൊണ്ടിരിക്കുന്ന AC റൂമുകൾ, ആ തണുപ്പിനെ വകവെക്കാതെ പടച്ച തമ്പുരാനെ ആരാധിക്കാൻ വേണ്ടി, അവന് വേണ്ടി നമസ്കരിക്കുന്നതിന് വേണ്ടി, അവനോട് ഏറ്റവും കൂടുതൽ അടുപ്പം കാണിക്കുന്ന നമസ്കാരം നിർവഹിക്കാൻ ഒരു വിശ്വാസി തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ? ആ നമസ്കാരത്തിന്റെ ഗുണം, ഫലം, മഹത്വം നമ്മൾ അറിഞ്ഞതുകൊണ്ടാണ്. കൃത്യമായി സുജൂദുകൾ വർദ്ധിപ്പിക്കുന്ന മനുഷ്യൻ, റബീഅ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, താങ്കൾ സുജൂദ് വർദ്ധിപ്പിക്കുക, നമസ്കരിക്കുക, കൂടുതലായി നമസ്കരിക്കുക. കൂടുതലായി നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ബിദ്അത്ത് നിസ്കാരം നിർവഹിച്ചുകൊണ്ട് എപ്പോഴും നിസ്കരിക്കാന്നല്ല. പിന്നെയോ ബിദ്അത്ത് നിസ്കാരം എന്നൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. ബിദ്അത്ത് നിസ്കാരമുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത നിസ്കാരം ഒരാൾ നിർവഹിച്ചാൽ അത് ബിദ്അത്ത് നിസ്കാരം. ഇപ്പൊ ഒരാൾ വിചാരിക്കുകയാണ്, ഇപ്പോ ഈ സമയത്ത് ഇശാ നമസ്കാരം കഴിഞ്ഞു, ഇനി നമുക്ക് ഖിയാമുൽ ലൈലുണ്ട്, വിത്റായിട്ട് നിസ്കരിക്കുക, തഹജ്ജുദായിട്ട് നിസ്കരിക്കുക, ഖിയാമുൽ ലൈലായിട്ട് നിസ്കരിക്കുക, ഏത് രൂപത്തിൽ നിസ്കരിക്കുക. പക്ഷെ ആ നിസ്കാരത്തിനൊക്കെ പുറമെ നിസ്കാരല്ലേ, എനിക്ക് ഉറക്കം വരുന്നില്ല, കിടക്കട്ടെ ഒരു 10 റക്അത്ത് അല്ലെങ്കിൽ ഒരു 12 റക്അത്ത് എന്ന് വിചാരിച്ച ഒരാൾ നിസ്കരിച്ചാൽ അതിന് കൂലിട്ടോ? കിട്ടൂല. നിസ്കാരമായതുകൊണ്ട് പഠിച്ചോ കൂലി തരൂല. അതാണ് അള്ളാഹിന്റെ റസൂൽ പഠിപ്പിക്കണം എന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ മാതൃകയുണ്ടായിരിക്കണം. അപ്പോഴാണ് അതിന് പ്രതിഫലം ലഭിക്കുക, അതിന് കൂലി ലഭിക്കുക എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. മൻ ഹാഫള അലാ സലവാത്തിൽ ഖംസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ആരെങ്കിലും 5 നേരത്തെ നമസ്കാരത്തെ സൂക്ഷിച്ചാൽ, അലാ വുളൂഇഹാ, ശ്രദ്ധിക്കണേ, അലാ വുളൂഇഹാ, അതിന്റെ വുളൂഇനെയും, വമവാഖീതുഹാ, അതിന്റെ സമയങ്ങളെയും, വറുകൂഇഹാ, അതിന്റെ റുകൂഉകളെയും, വസുജൂദിഹാ, അതിന്റെ സുജൂദുകളെയും ആരെങ്കിലും സൂക്ഷിച്ചുകൊണ്ട്, കൃത്യമായി കൊണ്ട് 5 നേരത്തെ നമസ്കാരത്തെ സൂക്ഷിച്ചുകൊണ്ട് ഒരാൾ ജീവിച്ചാൽ, യറാഹാ ഹഖ്കൻ ലില്ലാഹി അലൈഹി ഹുർരിമ അലന്നാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹുവിന്റെ മേൽ ആ മനുഷ്യനോട് ഒരു ബാധ്യത ഉണ്ടായിത്തീരുന്നു. മാഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ മേലൊരു ബാധ്യത. എന്താ ബാധ്യത? എന്താ ബാധ്യത? ആ മനുഷ്യനെ നരകത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കുക എന്നത്. നിസ്കരിക്കുന്ന നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? നിസ്കരിക്കുന്ന നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? എന്തൊക്കെ ശ്രദ്ധിക്കണം? വുളു ശ്രദ്ധിക്കണം, വുളു ശ്രദ്ധിക്കണം. അഹ്സനുൽ വുളു, വുളുവിനെ നന്നാക്കുക എന്നത് ഇസ്ലാമിന്റെ ഒരു സുന്നത്താണ്. അത് വേറൊരു വിഷയമാണ്. നന്നായി വുളു ചെയ്ത് പള്ളിയിലേക്ക് നടന്നു പോയാൽ അതിന് മഹത്വമുണ്ടല്ലോ, കൂലിണ്ടല്ലോ. അങ്ങനെ വുളൂയിൽ ശ്രദ്ധിക്കണം. എങ്ങനെ വുളൂ ശ്രദ്ധിക്കുക? ബിദ്അത്തൊന്നും വരാതെ ബിസ്മി ചൊല്ലി, ബിസ്മില്ലാ എന്ന് ചൊല്ലി അഊദു ചൊല്ലൂല, അഊദു ചൊല്ലൂല. എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്യുന്ന സമയത്ത് അഊദു ചൊല്ലിയിട്ടില്ല. മനസ്സിലായില്ലേ? വിഷയത്തിന്റെ ഗൗരവം മനസ്സിലായില്ലേ? ഹദീസ് കാണണം, ഹദീസ് കാണണം. അഊദു പിശാചിൽ നിന്ന് ശരണം തേടാനുള്ളതല്ലേ, എപ്പോഴും ചൊല്ലിക്കൂടെ? അപ്പൊ നമ്മൾ വുളൂ ചെയ്യുന്ന പുണ്യകരമായ ഒരു കർമ്മം ചെയ്യുമ്പോൾ പിശാചിൽ നിന്നൊന്ന് ശരണം തേടിക്കൂടെ?
അങ്ങനെ കൂടെ 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 എന്ന് പറഞ്ഞിട്ട് കൂടുന്ന ഒരു സ്വഭാവം എന്തിനില്ല? ഇസ്ലാമിലില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ, ഉള്ളൊരു കാര്യമായിരുന്നെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. വ്യക്തമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവും. ഒരു സംശയമില്ലാത്തൊരു രേഖ ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നെങ്കിൽ അത് ഇസ്ലാമിന്റെ രേഖകളാണ്, ഇസ്ലാമിന്റെ പ്രമാണങ്ങളാണ്. അതിൽ അഭിമാനം കൊള്ളുന്നവരല്ലേ കൂട്ടരെ? പിന്നെ എന്തിനാ നമ്മൾ അങ്ങനെ ആയിക്കൂടെ ഇങ്ങനെ ആയിക്കൂടെ, ഭക്ഷണം കൊടുക്കലല്ലേ, നിസ്കാരല്ലേ, ദുആയല്ലേ, ദിക്റല്ലേ, ഔദു അല്ലേ, ബിസ്മി അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അല്ലേ അല്ലേ എന്ന് പറയാൻ നിൽക്കണ്. അപ്പൊ അവിടെ ഒരു സുന്നത്തുണ്ട്. എന്താണ് ആ സുന്നത്ത്? വുളു ചെയ്യുന്ന സമയത്ത് ബിസ്മി ചൊല്ലുക. പിന്നെ അതിന്റെ ഇടയിലൊക്കെ ദിക്റുകളുണ്ടോ? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായ ദുആകൾ അവിടെ അതിന്റെ ഇടയിൽ പഠിപ്പിച്ചിട്ടില്ല. വുളുഇന് ശേഷം ദുആയുണ്ട്. ആ ദുആ കൃത്യമായി കൊണ്ട് നിർവഹിക്കുക. അങ്ങനെ വുളുഇന്റെ മുമ്പ് ബിസ്മി ചൊല്ലി വുളുഇന്റെ അവയവങ്ങൾ ഓരോന്നും കഴുകുക. അതൊക്കെ ഓരോന്നും പ്രത്യേകം പറയണ്ട. അതാണ് നിസ്കാരത്തിന്റെ മഹത്വമാണല്ലോ പറഞ്ഞ്. നിസ്കാരത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ അവിടെ നിന്ന് തുടങ്ങണം. നമ്മള് അവിടെ നിന്ന് ശ്രദ്ധിക്കണം. നമ്മള് നിസ്കരിക്കാൻ വേണ്ടി വുളു ചെയ്യുമ്പോ ബിസ്മി ചൊല്ലിക്കൊണ്ട് വുളുഇന്റെ ഒന്നാമത്തെ അവയവം നമ്മൾ കഴുകുമ്പോ അതിന് മുമ്പെന്ത് ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യുക, നിയ്യത്ത് വെക്കണം. അതുപോലെ തന്നെ പല്ല് തേക്കണം, അത് അതിന്റെ ഭാഗമാണ്, സുന്നത്താണ്. അങ്ങനെ ചെയ്യേണ്ടുന്ന വുളുഇന്റെ സുന്നത്തുകളും ഫറളുകളും ഒക്കെ ശ്രദ്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴുകിയതുപോലെ കഴുകി അവസാനം തലയും ചെവിയും മുഴുവനായി തടവി മസ്ഹത്തം വാഹിദ, ഒരു പ്രാവശ്യം തടവി എന്ന് പ്രത്യേകമായി കൊണ്ട് എടുത്തു പറഞ്ഞിട്ടുള്ള സ്വഹീഹായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കി, അതാണ് മഹത്വം എന്ന് മനസ്സിലാക്കി, അതാണ് വുളൂഇന്റെ കാര്യത്തിലുള്ള സൂക്ഷ്മത എന്ന് മനസ്സിലാക്കി, അങ്ങനെ വുളൂ ചെയ്തുകൊണ്ട് ആരെങ്കിലും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ആ നമസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടാൽ വുളൂഇലുള്ള സൂക്ഷ്മതയായി. പിന്നെന്താ ശ്രദ്ധിക്കേണ്ടത്? ഔഖാതിഹ, അതിന്റെ സമയങ്ങൾ, മവാഖീതുഹ, അതിന്റെ സമയം അല്ലേ? ആ സമയം കൃത്യമായി കൊണ്ട് അയാൾ ശ്രദ്ധിക്കും. എങ്ങനെ? ളുഹറിന്റെ സമയമായോ, നഷ്ടപ്പെട്ടു പോയോ, ജമാഅത്ത് കഴിഞ്ഞോ, അത് നഷ്ടപ്പെടാൻ പാടില്ല. അപ്പോൾ അലാറം വെക്കുന്നു, റിമൈൻഡ് ചെയ്ത് ഫോണ് ക്ലിയർ ആക്കി വെക്കുന്നു. അങ്ങനെ പല രൂപത്തിലുള്ള അതിനെക്കുറിച്ചൊരു ശ്രദ്ധ, അതിനെക്കുറിച്ചൊരു ബോധം അല്ലേ? നമ്മളൊക്കെ സാധാരണ ജോലികൾക്കിടയിൽ മറന്നു പോകാറുണ്ട് നിസ്കരിക്കാൻ. എനിക്കും നിങ്ങൾക്കൊക്കെ സംഭവിക്കാൻ പാടില്ലാത്തൊരു അബദ്ധമാണത്. നിസ്കാരത്തിന്റെ ഗൗരവം, നിസ്കാരത്തിന്റെ മഹത്വം ഉൾക്കൊള്ളുമ്പോൾ നമുക്കതൊരിക്കലും ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കും. അങ്ങനെ സമയങ്ങളെ ശ്രദ്ധിച്ച്, അതുപോലെ തന്നെ വുളൂവിനെ ശ്രദ്ധിച്ച്, സമയങ്ങളെ ശ്രദ്ധിച്ച്, റുക്കൂഇനെയും സുജൂദിനെയും ശ്രദ്ധിച്ച്. റുക്കൂവും സുജൂദും പ്രത്യേകം എടുത്തു പറഞ്ഞാൽ എന്താ? കൃത്യമായിട്ട് ആരും ചില ആൾക്കാർ റുക്കൂ ചെയ്യൂല, സുജൂദും ചെയ്യൂല. കോഴി കൊത്തുന്നത് പോലെ സുജൂദ് ചെയ്യുന്ന ആൾക്കാർ എന്നാ പറഞ്ഞത്. അങ്ങനത്തെ സുജൂദ് അല്ല ഇസ്ലാമിന്റെ സുജൂദ്, നിസ്കാരത്തിലെ സുജൂദ്. പിന്നെയോ അടക്കവും ഒതുക്കവും അവിടെ ആവശ്യമാണ്. അങ്ങനെ അടങ്ങി റുക്കൂയിൽ കിടന്ന് പ്രാർത്ഥിച്ച് നിവർന്നു നിന്ന് സുജൂദിൽ പോയി സുജൂദ് ചെയ്ത് കൃത്യമായി പ്രാർത്ഥിച്ച് അങ്ങനെ ആരെങ്കിലും നമസ്കരിച്ചാൽ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ മേൽ ബാധ്യതയായി ഈ മനുഷ്യനെ പിന്നെ നരകത്തിലിടാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നമസ്കാരക്കാരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മൾ 5 നേരം നിസ്കരിക്കുന്ന ആൾക്കാരാണ്. ആരാ കൂട്ടരെ ഇങ്ങനെയൊക്കെ ശ്രദ്ധിക്കാറുള്ളത്? നിങ്ങൾ ആലോചിക്കും, ഒന്ന് ചിന്തിച്ചു നോക്കി. അപ്പോ ആ രൂപത്തിൽ നമസ്കാരത്തിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ഫറദ് നമസ്കാരങ്ങളാണെങ്കിലും അതുപോലെ തന്നെ സുന്നത്ത് നമസ്കാരങ്ങളാണെങ്കിലും ഒക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാള് ഒരു ദിവസം 12 റക്അത്ത് നമസ്കരിച്ചാൽ അയാൾക്ക് സ്വർഗത്തിൽ ഒരു വീട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കി കൊടുക്കും. ഒരു വീടിന് അർഹനാണ് അദ്ദേഹം. ഏതാണ് ആ 12 റക്അത്ത്? റവാത്തീബ് സുന്നത്തുകൾ. ഫറദ് നമസ്കാരത്തിന് മുമ്പും ശേഷവുമുള്ള റവാത്തീബ് സുന്നത്തുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന സുന്നത്തുകളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ നമസ്കാരത്തിന്റെ പ്രത്യേകതയായി പ്രത്യേകം എടുത്തു പറഞ്ഞു. ളുഹറിന്റെ കൂടെയുള്ള സുന്നത്തുകളെ സംബന്ധിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഹാഫള അലാ 4 റക്അത്തിൻ ഖബല ളുഹരി വ 4 ബഅദഹാ
ഹറമഹുല്ലാഹു അലന്നാർ. ഒരാള് ളുഹറിന് മുമ്പുള്ള 4 റക്അത്തും ളുഹറിന് ശേഷമുള്ള 4 റക്അത്തും അതിനെ സംബന്ധിച്ചുകൊണ്ട് സൂക്ഷിച്ച് കൃത്യമായി കൊണ്ടത് നിർവഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു തആല അയാൾക്ക് നരകം ഹറാമാക്കും. നമ്മൾ അത് പഠിക്കുകയും എന്നിട്ട് ആത്മാർത്ഥമായി കൊണ്ട് തന്നെ അത് പ്രവർത്തിക്കുകയും ചെയ്യുക. എന്നിട്ട് ചിന്തിക്കുക. ഓർമ്മപ്പെടുത്തുന്നു ഞാൻ ഒന്നുകൂടി അള്ളാഹുവിന്റെ ആ വചനം, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളേക്ക് വേണ്ടി എന്തുണ്ട് എൻ്റെ ജീവിതത്തിൽ എന്ന് ഓരോരുത്തരും നോക്കട്ടെ. ഹാസിബു ഖബ്ല അൻ തുഹാസബു. നിങ്ങൾ സ്വയം വിചാരണ ചെയ്യുക. പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു തആല വിചാരണ ചെയ്യുന്നതിന് മുമ്പ് ആ രൂപത്തിൽ സഹോദരങ്ങളെ ഇസ്ലാമിലെ കർമ്മങ്ങളെ മനസ്സിലാക്കി, ഇസ്ലാമിലെ ആചാരങ്ങളെ മനസ്സിലാക്കി, ഇസ്ലാമിലെ അനുഷ്ഠാനങ്ങളെ മനസ്സിലാക്കി, കൃത്യമായ ദീനിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട്, തൗഹീദിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട്, പ്രമാണങ്ങളുടെ അടിത്തറയിൽ നിന്നുകൊണ്ട്, കാലക്കീലകളുടെ പിന്നാലെ പോകാതെ, അല്ലെങ്കിൽ ആ ആള് പറഞ്ഞു ഈ ആള് പറഞ്ഞു എന്ന് പറഞ്ഞു കൊണ്ടുപോകാതെ, അള്ളാന്റെ റസൂല് പറഞ്ഞു, അള്ളാഹു പറഞ്ഞു, അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇതാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട്, സ്വഹാബത്ത് ചെയ്തിട്ടുണ്ട്, ഇമാമിങ്ങളുടെ കാലത്തും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യാൻ, വിശ്വാസം സ്വീകരിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തുന്ന യഥാർത്ഥ വിശ്വാസികളായി തീരുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അറിയാതെ നമ്മുടെ അമലുകളിൽ, വിശ്വാസങ്ങളിൽ, അതുപോലെ തന്നെ സ്വഭാവങ്ങളിൽ, പെരുമാറ്റങ്ങളിൽ വല്ല അബദ്ധങ്ങളും തെറ്റുകളും കുറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അർഹമുറാഹിമിനായ അല്ലാഹുവേ, നീ ഞങ്ങൾക്കെല്ലാം അത് പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, പാപികളും ദോഷികളും അബദ്ധങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നവരുമായ ഞങ്ങൾക്ക് നിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട്, ഫള് കൊണ്ട് ഞങ്ങളുടെ എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, അമലുകൾ നഷ്ടപ്പെട്ടുകൊണ്ട് തലതാഴ്ത്തി നിന്ദ്യരായി ഹതഭാഗ്യരായി പരലോകത്ത് അപമാനിതരായി തീരുന്ന ആളുകളുടെ കൂട്ടത്തിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അമലുകൾ കുറച്ച് ചെയ്യുകയാണെങ്കിലും ആ അമലുകൾ നാളെ പരലോകത്ത് ഞങ്ങളുടെ ഏടുകളിൽ നീ നിലനിർത്തി തരണേ തമ്പുരാനെ. അല്ലാഹുവേ, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, കുടുംബസമേതം നിന്റെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നീ ഞങ്ങളെ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തെയും ഞങ്ങളുടെ കൂട്ടുകാരെയും നാട്ടുകാരെയും എല്ലാം ദീനിന്റെ യഥാർത്ഥ മാർഗത്തിലേക്ക് നയിക്കാനുള്ള വിജ്ഞാനവും കഴിവും നൽകി നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ വഴിപഴച്ചു പോകാതിരിക്കാനുള്ള എല്ലാ നിലക്കുള്ള ഇസ്ലാമിക സംരക്ഷണവും നീ അവർക്ക് നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, കുടുംബത്തിലും ഞങ്ങളുടെ അധ്വാനത്തിലും ഞങ്ങളുടെ സമ്പത്തിലും ഞങ്ങളുടെ ജോലിയിലുമെല്ലാം എല്ലാ നിലക്കുള്ള ബർക്കത്തും റഹ്മത്തും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് വിഷമം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്. അവർക്കെല്ലാവർക്കും നീ എല്ലാ നിലക്കുള്ള ശിഫയും നൽകി സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആകസ്മിക മരണങ്ങൾ, രോഗം ബാധിച്ചുകൊണ്ട് മരിച്ചവർ, അതുപോലെ തന്നെ മറ്റ് അപകട മരണങ്ങൾ, പല നിലക്കും മരണപ്പെട്ടവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അല്ലാഹുവേ, എല്ലാവർക്കും നീ പുറത്തു കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, അവരെ സ്വർഗത്തിൽ വെച്ച് കണ്ടുമുട്ടുവാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ നാളെ പരലോകത്ത് സ്വീകരിക്കണേ തമ്പുരാനെ. ആ അമലുകൾ ചെയ്യുന്ന സന്ദർഭത്തിൽ റിയാവും കാപഢ്യവും മനസ്സിനെ ബാധിക്കാതെ ആത്മാർത്ഥതയുള്ളൊരു മനസ്സുമായി ജീവിക്കാൻ നീ ഞങ്ങളെ സഹായിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, എല്ലാം കഴിഞ്ഞ് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ വചനം അവസാനം പറയാനുള്ള ഭാഗ്യവും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.